ഭിക്ഷാടനത്തിന് ശക്തി നൽകാൻ പാടില്ല. കാരണം ആരും ഭിക്ഷക്കാരാകരുത്, എല്ലാവരും ഭിക്ഷ എടുക്കാതെ ജീവിക്കാൻ കഴിയുന്നവരാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ ഒരു സമരത്തിന് വേണ്ടിയാണെങ്കിലും ശരിക്കും ഒരു ഭിക്ഷാടനത്തിന് വേണ്ടി ഒരു ശക്തി നൽകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വേദനയുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇത് പൊതുവായ ഒരു നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രീയ നേട്ടത്തിനോ വ്യക്തിപരമായ നേട്ടത്തിനോ അല്ല. അദ്ദേഹം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഒരു പൊതു ആവശ്യമായ ഈ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി ഭിക്ഷ യാചിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ശക്തി മനസ്സോടുകൂടി അല്ലെങ്കിൽ പോലും നൽകുകയാണ്. കാരണം ഇത് രാഷ്ട്രീയ നേട്ടമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു സമരമാക്കി മാറ്റാമായിരുന്നു. എന്തായാലും ഈ ഭിക്ഷാടനം അദ്ദേഹത്തിന് തുടരാൻ കഴിയരുത്. ഇത് വേദനയോടുകൂടിയാണ്. സാധാരണ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് തുടരട്ടെ സമരകാഹളം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഈ ഭിക്ഷാടന സമരം തുടരരുത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭിക്ഷാടനം എന്തിനാണെന്നുള്ളത് അധികൃതരിലെത്തി അതിനൊരു മാറ്റമുണ്ടാകും. ഇപ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കയറുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. കാരണം ഒരു കറക്റ്റ് ഒരു അയാളുടെ ഒരു മേക്ക് ഓവർ പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിനിമയിലൊക്കെ നല്ല അവസരം കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്ത് ഈ ചട്ടി നൽകിക്കൊണ്ടാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് കൈമാറും. ഈ പൊരുവെയിലത്ത് ഒരു താങ്ങും തണലും അദ്ദേഹത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ആദ്യം എണ്ണ മേടിക്കാം. இந்த கடையில் ஏறலாம் வாங்க அண்ணே. 1 ரூபா கொடுங்கண்ணா. வாழத்துக்காக 1 ரூபா ஏதாவது கொடுத்துப்போம். இந்த வாழத்துக்காக தான் எனக்கு எல்லாம் நமக்கு எல்லாருக்கும் வந்து சேர்ந்தா அது ரெடி ஆகிடும். சீக்கிரம் ரெடி பண்ணணும். கட்டும் இந்த வாழத்துக்காக கட்டும். பாலத்துக்காக 1 ரூபா கொடுங்க. ஏன் வரலங்க? இந்த பரிபாடிக்கு வரல என்ன? வாழ வேண்டாமா? கட்டுமா சோறு 1 ரூபா. அந்த வாழத்துக்கு பாத்துக்கா ஒரே 1 ரூபா. ரொம்ப தேங்க்ஸ். இறங்கி வாங்க. பால் ரெடி ஆகணும். ரொம்ப தேங்க்ஸ். அந்த வாழைக்கோட பாலத்துக்காக 1 ரூபா. சிரிச்சுக்கிட்டு கொடுக்கணும். சிரிச்சுக்கிட்டா சிரிச்சுக்கிட்டு கட்டுமா அப்புறம் ரைட்டு தானே ஆൾക്കാർ. அண்ணா 1 ரூபா கொடுங்கண்ணா. 1 ரூபா இந்த பாலத்துக்காக 1 ரூபா கொடுங்கண்ணா. அண்ணா வாங்கண்ணா. 1 ரூபா கொடுங்கண்ணா. இந்த வாரத்தோட பாலத்துக்காக 1 ரூபா கொடுங்கண்ணா. 1 ரூபா போகுது. வாங்கண்ணா. அப்புறத்தோடைய முன்னாடி வா. தெரியுமில்ல பாலத்துக்காக தான். அதேதான் கட்டுவா. ஆமா 1 ரூபா கொடுங்கண்ணா. அந்த பாலத்துக்காக 1 ரூபா கொடுத்தா போதும். 1 ரூபா ഈ പോരാട്ടത്തിൽ നിങ്ങളും ഇന്ന് രാവിലെ അലയനാട് ജംഗ്ഷനിൽ സാംസ്കാരിക സമിതി പ്രസിഡന്റ് ശ്രീ KK ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സംഗമത്തിൽ അംബാസഡറും TV അവതാരകനുമായ ശ്രീ ഹരി പട്ടണപുരം ഉദ്ഘാടനം ചെയ്ത ഭിക്ഷാടനമാണ് ഈ വഴിപ്പാതയിലൂടെ തിരിഞ്ഞു വരികയാണ്. 1 രൂപ മതിയാ.